അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദൈവമാക്കി, അതുപോലെ പടച്ചോൻ എന്ന് പറഞ്ഞ് പടച്ചോനാക്കി ഇവിടെ ഒരു തുളു ഭാഷയിൽ, തുളു എന്ന് പറഞ്ഞാൽ നമ്മുടെ കരാവളി ഭാഗം എന്ന് പറഞ്ഞാൽ മംഗലാപുരം ഭാഗത്തും അല്പം കാസർഗോഡ് ഭാഗത്തും സംസാരിക്കുന്ന ഇതര സമുദായക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ട്, അതുപോലെ വളരെ താണജാതികളും അതുപോലെ ഉയർന്ന ജാതികളും എല്ലാവരും സംസാരിക്കുന്ന തുളു ഭാഷയിലാണ് ഇവിടെ മൗലൂദ് രചിച്ച് ഒരു മുസ്ലിയാർ പാടുന്നത്. കാണുമ്പോൾ കേൾക്കുമ്പോൾ വളരെ വേദനയുടെ ഒരു അവസ്ഥയാണ്. അത് കേൾക്കുക, പിന്നെ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. पैगंबरने केरियार शत्रुक्കളൊട്ടു ಸೇರುൺ പേരെ അപക പൈഗംബർ ദേവരന് അനുമതി ദത്തോണുതു തസ്രീബ് തഞ്ചി മുട്ടൊൺ പേരെ അർദ്ധരാത്രി പൊറുത്തുകു കുറൈശിനക്കളെ ബർപേര് ബണ്ണാക കേരിയാര കാത്തോൻ തൊയ്പുവേര് ഒരു പിടി മണ്ണിടക്കത്ത് പൈഗംബേര് പോപ്പേര് സിദ്ധിക്കേറിന ഇല്ലകമുട്ട പേര് വാറ് സൗറിട്ടിന് എത്രയാറ താരതിടുത്ത് സിദ്ധിക്കേറിന മടിത്ത മേലെ നാട്യാറ പത്തിയാറ പൈഗംബറിനെ കേറിയാറ ശത്രുക്കളൊട്ടു സോറുൺ പേര് അപക പൈഗംബർ ദേവറിന് അനുമതി ദത്തോണുത്തു തസ്രീബ് തഞ്ചി മുട്ടൊൺ പേര് പൈഗംബറിനെ തൂയാറണ്ട് വിഷമാരി ബർപ്പുണ്ടോ വിഷമാരി സിദ്ധിക്കേറിന കാറുക് തുച്ചുണ്ടു തടയാറെ സാധ്യവത്തെ കണ്ണിട്ട് നീര് പൊറുപ്പുണ്ടു ഒഞ്ചുപൊട്ടു നീര് സിദ്ധി പൈഗംബറിന മോറുക് പൊറുപ്പുണ്ടു ദാനയാണ്ട് ബംഗാർത്ത ജോസ്തി നീക്കിത്തെ മാത്തലാത്ത് പണ്ടത്ത് കൊർപ്പേറ് പൈഗംബർ മടദത്ത് പൂജുവേറ് വിഷമത്ത തെപ്പുവേറ് നാട്യാറ പത്തിയാറ പൈഗംബറിനെ കേറിയാറ ശത്രുക്കളൊട്ടു സേറുൺ പേര് അപക പൈഗംബർ ദേവറിന് അനുമതി ദത്തോണുത്തു. ബഹുമാനമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ തുളു ഭാഷക്ക് നമ്മൾ എതിരല്ല. തുളു ഭാഷ വളരെ അത്യാവശ്യമാണ്. മംഗലാപുരം ഫുള്ള് ഉടുപ്പി വരെയുള്ള സ്ഥലത്ത്, അതുപോലെ കാസർഗോഡ് പകുതി വരെ തുളു ഭാഷ വളരെ ആവശ്യമാണ്. അത് ഒരു വിഭാഗത്തിന്റെ, ഒരു ഹൈന്ദവ സഹോദരന്മാരുടെ, അതിൽ എല്ലാ ജാതികളും പെട്ട്, ഇന്ന ജാതിയുടെ ഭാഷ മാത്രമല്ല, വളരെ ഉയർന്ന ജാതിയുടെയും താണജാതിയുടെയും എല്ലാവരും സംസാരിക്കുന്ന ഭാഷയാണ്. അതുകൊണ്ട് നമ്മൾക്ക് അത് അത്യാവശ്യമാണ്. ആ ഭാഷ സംസാരിക്കാൻ മാത്രമാണ്. സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ അടുത്ത് നമ്മൾ ജോലിക്ക് പോകുന്നവരായിരിക്കാം, അതുപോലെ കച്ചവടത്തിന് പോകുന്നവരായിരിക്കാം, അതുപോലെ അവർ നമ്മളെ ജോലിക്ക് വരുന്നവരോ, നമ്മളിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നവരോ, കച്ചവടം ചെയ്യുന്നവരോ, ഏത് രീതിയിലാണെങ്കിലും അവരോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഭാഷയാണ് തുളു ഭാഷ. ഇത് നമ്മൾ മൗലൂദാക്കി അതിനെ പാടി കൊട്ടിഘോഷിക്കേണ്ട ഭാഷ അല്ലാതെ അത് വെറും ഒരു വിഭാഗത്തിന്റെ ഭാഷ ആയതുകൊണ്ട്, അവർക്ക് നമ്മളെ ഭാഷ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ അവരെ ഭാഷയെ പഠിച്ച് അവരുടെ ഭാഷയെ നമുക്ക് പെട്ടെന്ന് അവരുടെ ഭാഷ നമ്മൾക്ക് വരുന്നത് കൊണ്ട്, അവർക്ക് നമ്മളെ ഭാഷ പെട്ടെന്ന് വരാത്തത് കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്, അവരോട് സംസാരിക്കുമ്പോൾ തുളു ഭാഷയാണ് സംസാരിക്കുന്നത്. അത് കച്ചവടത്തിനോ ഇതര എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു. എന്നല്ലാതെ ഇവിടെ മുസ്ലിയാക്കന്മാർ ചേർന്ന് ഒരു മൗലൂദ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇത് എത്ര ശരിയാണ്? ഇതിന്റെ ആവശ്യമുണ്ടോ? ഇത് എന്തിനു വേണ്ടിയാണ്? ഇതിനെയല്ല ഇവർ മൗലൂദ് രചിച്ച്, മൗലൂദ് ഒരുപാട് വർഷങ്ങൾ ശേഷമാണ് രചിച്ചത്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് പറയലാണ്,
ഒരുപാട് സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്താണ് നമ്മൾ പറയേണ്ടത്. പുതിയ ഒരു റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മൗലൂദ് രചിച്ച ആ മൗലൂദിനെ പുണ്യകരമായ കാര്യമാണ് എന്ന് പറഞ്ഞ് അതിന്റെ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പാനും അതിൽ വളരെ ഫലമുണ്ട് എന്ന് പറഞ്ഞ് ഇവരുടെ വരുമാനം കൂട്ടാൻ വേണ്ടി ഇവർ ചെയ്തു. എങ്കിലും അതിനെ നമ്മളെല്ലാവരും ഓതി അതിനെ പാടിയതിന്റെ ശേഷം രണ്ടാമതതിന് തുളുഭാഷയിൽ ഉണ്ടാക്കി അതിനെ പരിഹസിക്കുന്ന രീതിയിൽ, ഈ മൗലൂദിനെ പരിഹസിക്കുന്ന രീതിയിൽ ചെയ്യണോ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതുപോലെ എനിക്കൊരു വളരെ ഖേദമായി ഇതിനെ കേൾക്കുമ്പോൾ പ്രവാചകപ്രഭുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അതുപോലെ സഹാബാക്കളെയും കാര്യത്തിലാണ് ഈ പാട്ട് പാടിയത്. ഇത് നല്ല ഒരു കാര്യമല്ല. ഇത് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം? തുളുഭാഷ കൊണ്ട് അതിനെ മൗലൂദ് പാടേണ്ട ആവശ്യമുണ്ടോ? എന്തിന്റെ ആവശ്യമാണ് ഇത്? ഇത് ആര് പഠിക്കാൻ വേണ്ടിയാണ്? എന്ത് കാര്യമാണ് ഇത്? ഇത്രയും ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് പറയലാണ്. സ്വലാത്ത് സ്വന്തമായി പറയലാണ്. ഏതെങ്കിലും പറമ്പിൽ പോയോ അതല്ലെങ്കിൽ സ്റ്റേജ് കെട്ടിയോടെ പോയോ സ്വലാത്ത് പരസ്യമായി പറയണോ? അതൊന്നുമില്ല. നമ്മളെ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ സ്വലാത്ത് പറയാം. ഏത് അവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ സ്വലാത്ത് പറഞ്ഞാലും ഫലമുണ്ട്. അതുകൊണ്ട് ആ സ്വലാത്തിന്റെ പേരിൽ ഒരുപാട് കാശുണ്ടാക്കുന്നവരും ഇതുപോലെയുള്ള മൗലൂദ് രചിച്ച് അതിന് യൂട്യൂബിലിട്ട് വ്യൂസ് കിട്ടാൻ വേണ്ടി പണമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും ഇത് നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ രക്ഷ കിട്ടാൻ സാധ്യമല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ശഫാഅത്ത് ചെയ്യേണ്ടതാണ്. പരലോകത്ത് നിങ്ങൾ വളരെ വേർപുമുട്ടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യം വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആ സമയത്ത് നിങ്ങൾ ഈ തുളു ഭാഷയിൽ നിങ്ങൾ മൗലൂദ് പാടിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് രക്ഷ കിട്ടുന്നോ എന്ന് നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങൾ നല്ല പോലെ അതിനെ ഒരുപാട് ഇപ്പോൾ വാട്സപ്പിൽ പ്രചരിപ്പിച്ച് കഴിഞ്ഞു, വളരെ പ്രചരിപ്പിച്ചു കഴിഞ്ഞു. ഇതിനെ ഏത് രീതിയിലാണെങ്കിലും ഇതിനെ റിമൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം. ഇത് എവിടെ വരെ ഉണ്ടാക്കിയവരെ അടുത്തിലേക്ക് എത്തുന്നത് വരെ ഇതിനെ ഷെയർ ചെയ്യണമെന്നാണ് വിനീതമായി ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അതുവരെ യോജിക്കുന്ന ഭാഷയല്ല. ആ ഒരു സ്വലാത്തിനും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലൂദിനും അത് യോജിക്കുന്ന ഭാഷ അല്ല സഹോദരന്മാരെ. വളരെയേറെ താണജാതിക്കാർ സംസാരിച്ചതുപോലെ അതുപോലെ അവരുടെ ഒരു ആട്ടിക്കളഞ്ച് പോലെയുള്ള ഒരുപാട് പാട്ടുകള് ശൈത്താന്മാരെ ചെയ്യുമ്പോഴും അത് അമ്പലത്തിൽ പറയുന്ന അതുപോലെയുള്ള ഈ ഗാനങ്ങൾ അവരുടെ തുളു ഭാഷയുള്ള അതുപോലെയാണ് ഇത് കേൾക്കുന്നത്. നല്ല പോലെ ചിന്തിക്കാൻ കഴിയില്ല. എന്തിന്റെ വേണം നിങ്ങൾക്ക് ഇത്രയും ഒരു ശാപം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം നിങ്ങൾ എന്തിന് വേണ്ടി ചെയ്യണം? അതുകൊണ്ട് ഇത് ആരാണ് ചെയ്തത് അവർക്ക് കിട്ടുന്നത് വരെ ഇതിനെ ഷെയർ ചെയ്യണം സഹോദരന്മാരെ. നിങ്ങൾ മലയാളികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ തുളു ഭാഷ മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്കുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും മംഗലാപുരം ഭാഗത്തോ അല്ലെങ്കിൽ കാസർഗോഡ് ഭാഗത്തിന്റെ ആൾക്കാർ ഉണ്ടാക്കും. അവരോട് ഷെയർ ചെയ്തിരുന്നാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഇത്തരക്കാരെ അടുപ്പിക്കാതിരിക്കുക, ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.